ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ കോട്ടയം സ്റ്റൈല് എന്നാൽ ബിറ്റുവിൻ്റെ ഒരു സ്റ്റൈലും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ മീൻ പീര അത് നമുക്ക് ഒന്ന് കാണാം. അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക പ്ലീസ്. ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഉഴുവ മീനിൻ്റെ മീൻ പീരയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു 1/2 കിലോ ഉഴുവ മീൻ, പിന്നെ കടുക് വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ മതിയായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്പൂണെന്ന് പറയുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ. ഓക്കെ. പിന്നെ കടുക്, ഉലുവ, പിന്നെ നമ്മുടെ കുരുമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഈ മസാലയ്ക്കകത്ത് ഞാൻ കുറച്ച് ഒതുക്കിയിട്ടുണ്ട്, അരച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി കടുക് വറുക്കുമ്പോൾ ഇടാൻ വേണം. പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൊച്ചുള്ളി ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ കായപ്പൊടി, പിന്നെ അയമോദകവും കൂടെ ഞാൻ ചേർക്കാറുണ്ട്. ഇവിടെ ഇപ്പം ഇല്ല തൽക്കാലത്തേക്ക്. പിന്നെ കരിവേപ്പിലയുണ്ട്, പിന്നെ എക്സ്ട്രാ തേങ്ങാപ്പീര. പിന്നെ ഇത് കുറച്ച് തേങ്ങാപ്പീരയിൽ ഞാൻ ഈ എന്തൊക്കെയാണ് ഉള്ളി, ഈ ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, പെരുംജീരകം എല്ലാം കുറച്ച്, പിന്നെ നമ്മുടെ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി അത് ഇതിൻ്റെ പകുതി കുറച്ച് ഇതിനകത്തിട്ട്, പിന്നെ പച്ചമുളക്, കുറച്ച് മഞ്ഞൾ, ഇതെല്ലാം കരിയാപ്പില, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഒതുക്കിയതാണ് ഇത്. ഓക്കെ. പിന്നെ ഉപ്പ് വേണം. ഓക്കെ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് മൺചട്ടി എടുക്കുക, ഗ്യാസിൻ്റെ ചെറിയ ബേണർ കത്തിക്കുക, അല്ലെ കരിഞ്ഞു പിടിക്കും. ഓക്കെ. ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പോൾ ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ഒഴിക്കണേ. ഓക്കെ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് ചട്ടി ചൂടാകുമ്പോഴാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ചട്ടി ചൂടായിട്ട് നമ്മൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് കടുകിടാം. ഓക്കെ. കടുകിട്ടു, ഉലുവയിട്ടു. കടുകൊന്ന് പൊട്ടട്ടെ. ഇങ്ങനെ കടുക് പൊട്ടിച്ച് അതിനകത്ത് ഈ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ പീര ഉണ്ടാക്കാം. പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനല്ല. അതായത് ചട്ടി എടുത്ത് വൃത്തിയായിട്ട് തുടച്ച് അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഏത് മീൻ, ഇതെല്ലാം സംഗതിയെല്ലാം മിക്സ് ചെയ്യുക. കടുക് ഉലുവയൊന്നുമില്ല, വെളിച്ചെണ്ണ ഇല്ല, പുളി, ഇഞ്ചി വെളുത്തുള്ളി, ബാക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് നടുക്ക് ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് ഈ കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് ഈ അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ വേവിക്കാൻ വെക്കുകയാണ്. വേവിക്കാൻ വെച്ച് കഴിഞ്ഞ് അത് വെന്ത് കഴിഞ്ഞ് പറ്റി കഴിഞ്ഞ് ലാസ്റ്റിൽ കടുകും ഉലുവയും ഒക്കെ കടുക് പൊട്ടിക്കും. ഓക്കെ. അങ്ങനെയാണ് എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനും അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷെ ഞാനിപ്പം ഓൾറെഡി ഞാൻ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചു. അപ്പം നമുക്ക് ആ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. വാ. അപ്പം കടുക് പൊട്ടി കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മുടെ രുചിയുടെ ഭണ്ഡാരമായ നമ്മുടെ ചെറിയ ഉള്ളി, ഷാലറ്റ്, അതിനെ നമ്മൾ വഴറ്റിയെടുക്കുക. ഒരു ചെറിയ കരിയാപ്പിലയും കൂടെ ഇടാം. പിന്നെ നമ്മുടെ ഈ കുരുമുളക്, കുരുമുളക് എന്ന് ഹിന്ദി പറയും, അല്ലെങ്കിൽ നമ്മുടെ കുരുമുളകായിട്ട് ഇടുക. കുരുമുളക് മുഴുവനായിട്ട് ഇടുക. അതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റാം കേട്ടോ. ഇത് കൂട്ടി വെക്കുക.
ബർണർ കൂട്ടി വെച്ച് നല്ലതായിട്ടൊന്ന് ബ്രൗണിഷ് കളറായിട്ട് വഴറ്റട്ടെ കേട്ടോ. പണ്ട് എൻ്റെ അമ്മ പറയായിരുന്നു, ഇങ്ങനെ നേരിട്ട് ഈ ചട്ടി ചൂടാക്കുമ്പം ചട്ടി പിരിഞ്ഞു പോകുന്നു, ചട്ടിയുടെ അടി പൊട്ടിപ്പോകുന്നു. അത് ശരിയാണ് സത്യത്തിൽ. അപ്പം ഞാനിപ്പോൾ അറിയാതെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുവാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അമ്മയുടെ പഴയ റെസിപ്പി പോലെ എല്ലാം കൂടെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റിൽ ചീനിച്ചട്ടിയിൽ കടുക് വറുത്തി മുകളിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഏതായാലും ഇങ്ങനെ ചെയ്യാം. ബ്രൗണിഷ് ആകട്ടെ. ഈ പുളി ഉണ്ടല്ലോ, ഈ പുളിയനെ നമുക്ക് ഒന്ന് വെള്ളത്തിലിടണം നേരത്തെ. എന്നിട്ട് അതിനെ ഒന്ന് കീറിയിട്ട് ഒന്ന് കീറണം, പുളിയെ ഒന്ന് കീറണം. കീറിയിട്ട് ഉപ്പുവെള്ളത്തിലായിട്ടേക്കണം കേട്ടോ. പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പുളിയും വെള്ളവും കൂടെ ഈ മീനെ കഴുകി വെച്ചിരിക്കുന്നതിനകത്ത് ഒന്ന് മിക്സ് ചെയ്തിടുന്നത് നല്ലതാണ്. മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഈ പുളിവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു 5 മിനിറ്റ്. ഇത് ഏകദേശം ഒരു ബ്രൗണിഷിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സിമ്മിലേക്ക് കൊണ്ടുവന്നു ബർണർ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ഈ ഇതൊക്കെ ഇടാം. അതായത് നമ്മുടെ തേങ്ങ. 1 മിനിറ്റ്. തേങ്ങ ഇട്ടു. പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. ഏതായാലും ഞാനിപ്പം ഇങ്ങനെ ഒഴിച്ച സ്ഥിതിക്ക് ഇതിനെ ഓഫ് ചെയ്യാം കേട്ടോ. ബർണർ ഓഫ് ചെയ്തു, തേങ്ങ ഇട്ടു. തേങ്ങ ഒതുക്കിയതിട്ടു. പിന്നെ മീനിനകത്ത് പുളി വെച്ചത് മിക്സ് ചെയ്ത് വെച്ചത് ഇങ്ങോട്ട് തന്നെ ഒഴിച്ചു. ഈ വെള്ളം മതിയായിരിക്കും കേട്ടോ. ഈ പുളിവെള്ളം മതി ഇത് വേകാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി. ഓക്കെ, കുരുമുളക് പൊടി നല്ലതായിട്ട് ഇടണേ, ഒത്തിരി ഇടണ്ട, കുറച്ച്. പിന്നെ നല്ല കരിയാപ്പില മുകളിലിടുക. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ എത്രയും കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ മീൻ പീരയ്ക്ക്. ഇതിപ്പോൾ സത്യത്തിൽ തേങ്ങ കുറഞ്ഞു പോയി. തേങ്ങ നല്ലതായിട്ട് ഇടണം മീൻ പീരയ്ക്ക്. തേങ്ങ മാത്രം കഴിക്കുന്നവരുണ്ട്. മീൻ പീര വെച്ചാൽ തേങ്ങ മാത്രം കഴിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾ കുറഞ്ഞു പോയി. അപ്പം മഞ്ഞൾ നമ്മുടെ ഇത്, അതായത് നമ്മുടെ കായപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ അയമോദകം ഉണ്ടെങ്കിൽ അയമോദകം ഇടാം. ഇതിനകത്ത് നമ്മൾ മഞ്ഞൾ ഇച്ചിരി കുറഞ്ഞു പോയി. ഇച്ചിരി കൂടെ മഞ്ഞൾ ഇടുകയാണ് കേട്ടോ. മഞ്ഞൾ ഞാനിട്ടു. കൈ കൊണ്ടായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. ഇതിനകത്ത് തേങ്ങയും കുറവാണ്. നിങ്ങൾക്ക് എത്ര തേങ്ങ ഇടാം, ഒരു ഫുള്ള് തേങ്ങ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. കാരണം അത്രയും ടേസ്റ്റാണ് തേങ്ങാപ്പീര. നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കണം കേട്ടോ. ഈ പുളിയെല്ലാം കൂടെ 4 സൈഡിൽ താഴെ വരട്ടെ. പുളി ഇറങ്ങണമല്ലോ. മുകളിൽ കൊണ്ട പുളിയെ വെക്കരുത്, താഴെ വെച്ചിട്ട് നടുക്കൊരു കുഴി കുത്തുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഇനി കടുക് വറുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഓൾറെഡി നമ്മൾ കടുക് വറുത്തു. ഓക്കെ, അപ്പോൾ ഇനി കരിയാപ്പില മുകളിൽ കൂടെ ഇടുക. ഇതിനെ നമ്മൾ കത്തിച്ചില്ല, കത്തിക്കാം. ഇച്ചിരി ഫുള്ള് സ്പീഡിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പും പുളിയും വെള്ളത്തിലാണ്. ഇതിനെ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ പുളിയിട്ട് 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ആ പുളിയെ നമ്മൾ കീറി ആ പുളിയും ആ ഉപ്പ് വെള്ളവും കൂടെ ഈ മീനിനകത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് വെക്കുമ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം മീനിനകത്ത് പിടിക്കും. അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇതിനെ അടപ്പ് വെച്ച് മൂടുക. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം കൂടെ മീനിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് ലാസ്റ്റിൽ കടുവറുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കോട്ടയം സ്റ്റൈലിൽ ഉള്ള മീൻ പീര അല്ല ഇത് എൻ്റെ ബിറ്റുവിൻ്റെ സ്റ്റൈലിലുള്ള മീൻ പീരയാണ്. ഞാൻ അതിനകത്ത് ജീരകം, പെരുംജീരകം എല്ലാം കുറച്ച് ഇട്ടു. അതുപോലെ തന്നെ അയമോദകം എനിക്ക് കിട്ടിയില്ല. അയമോദകം ഇടുന്നത് നല്ലതായിരിക്കും. ഇപ്പം മീൻ എന്തെങ്കിലും കേട് വന്നതാണെങ്കിൽ അയമോദകം ഒരു ശകലം, അയമോദകം ഇടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അയമോദകം ഇച്ചിരി 1 പിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യണം. ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടും. അയമോദകം ഇടണം. കായപ്പൊടി ഇതൊന്നും കോട്ടയംകാർ ചേർക്കാറില്ല. ഈ കായപ്പൊടി ഒരു 1 പിഞ്ച് ഓർ 2 പിഞ്ച് ഇടുക. പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ഇറ്റ്. ഓക്കെ, നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെട്ടി തിളച്ച് മീൻകറിയുടെ നമ്മൾ അടപ്പ് മാറ്റിയിട്ട്, ഇപ്പോൾ ഇളക്കിയൊന്നും കൊടുക്കരുത്. ജസ്റ്റ് അതിനെ ഇങ്ങനെ, മീൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇളക്കരുത്. ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും. പിന്നെ ഈ നടുവിലൊരു കുഴി കുത്തിയല്ല നമ്മൾ, ഈ കുഴിയിൽ വെള്ളം കിടപ്പുണ്ട് കണ്ടോ. ഈ വെള്ളം മുഴുവൻ പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിനെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. തുറന്നിട്ട് ഹൈ ലെവലിൽ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഈ വെള്ളം മുഴുവൻ പറ്റട്ടെ കേട്ടോ. വെള്ളം ഒട്ടും കാണരുത്, വെള്ളം മുഴുവൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് വലിയ ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് മാറ്റണം, വലിയ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഓക്കെ, വലിയ ഫ്ലെയിമിലോട്ട് മാറ്റി ഇനി ഇത് മുഴുവൻ ഇരുന്നുകൊണ്ട് പറ്റട്ടെ. അപ്പോൾ മൂടി വെക്കരുത്. മൂടി വെച്ചാൽ ഒത്തിരി വേഗം. ഓക്കെ, ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഏത് മീനാണേലും നമ്മൾ നന്നായിട്ട് അതിനെ വെട്ടി അതിൻ്റെ അകത്തെ കുടലും പണ്ടവും എല്ലാം മാറ്റിയിട്ട് അതിനെ നന്നായിട്ട് അതിൻ്റെ കറുത്ത അതിൻ്റെ ബ്ലഡ് വെസൽസൊക്കെ മാറ്റണം. അത് കഴിഞ്ഞിട്ട് അതിന് ഉപ്പ് ബെസ്റ്റ് സാധനമാണ്. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നാണ്. ആട്ടയും ഉപ്പൂടെ മിക്സ് ചെയ്ത് അതിനകത്തിട്ട് നന്നായിട്ട് അതിനെ ഇങ്ങനെ കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴുകണം. ഇങ്ങനത്തെ കൊച്ചു മീനുകളെയൊക്കെ അങ്ങനെ ചെയ്യാം. വലിയ മീനുകളെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇട്ട് അതിനകത്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിനെ ഒരു കരിങ്കല്ലിലിട്ട്, കരിങ്കല്ലിപ്പം എവിടെ ഉള്ള ആൾക്കാരാണേലും ഈ അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അമ്മിക്കല്ലിലിട്ട് ഇങ്ങനെ ഉരയ്ക്കണം. 2 സൈഡും മീനിൻ്റെ ഉരയ്ക്കണം. മീൻ എത്രയും ക്ലീൻ ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ക്ലീൻ ചെയ്യാതെ ഉണ്ടാക്കുമ്പം ഉളുമ്പ് മണം മീനിന് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഉളുമ്പ് മണവും അഴുക്കും കളഞ്ഞിട്ട് വേണം മീൻകറി വെക്കാൻ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം ആട്ടയും ഉപ്പുമാണ് മീൻ കഴുകാനായിട്ട് ഏറ്റവും നല്ലത്. മീനിലെ എല്ലാ അഴുക്കും അത് കളഞ്ഞ് അതിനെ നല്ല വെളുപ്പിച്ച് തരും. ഓക്കെ, എല്ലാ ഉളുമ്പും മാറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചെറു മീനുകളാണെങ്കിൽ കൈകൊണ്ട് തന്നെ അതിനെ ആട്ടയും ഉപ്പിട്ട് കഴുകുക. അതായത് ഉഴുവ പോലത്തെ മീൻ. വലിയ മീനുകൾ മത്തി, അയല അങ്ങനെയുള്ള മീനുകളാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് കഴുകിയിട്ട് ഓരോ മീനും എടുത്ത് 2 സൈഡും ഈ കരിങ്കല്ലിലിട്ട് ഉരയ്ക്കണം. കരിങ്കല്ലെന്ന് പറഞ്ഞാൽ അമ്മിക്കല്ല്, എല്ലാവർക്കും കാണുമല്ലോ അമ്മിക്കല്ല്, ഈ ചതയ്ക്കുന്ന അതിൻ്റെ അമ്മിക്കല്ലിലിട്ട് ഉരച്ച് അതിനെ വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിൽ ഈ ഉപ്പും പുളിയും കൂടെ ചേർത്ത് വെച്ചേക്കുന്ന പുളി ഒന്ന് കീറിയിട്ട് ആ ഉപ്പും പുളിയും കൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് അവിടെ വെക്കണം. അന്നേരം ഓൾറെഡി ഉപ്പ് അതിനകത്ത് കയറും. നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും. ഉപ്പും പുളി അതിനകത്ത് പിടിക്കും. പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിപ്പം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമെല്ലാം നന്നായിട്ട് പറ്റണം. വെള്ളം പറ്റുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ കുഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളത്തെ അറിയാൻ പറ്റും. കുറച്ചുകൂടെ പറ്റാനുണ്ട് ഈ വെള്ളം.
കംപ്ലീറ്റ് പറ്റട്ടെ. കംപ്ലീറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഇതിനെ ഇനി കടുക് വറുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കടുക് വറുത്തു ആദ്യം തന്നെ. അതുകൊണ്ട് കടുക് വറുക്കാനായിട്ട് കടുക് വറുത്ത് കഴിഞ്ഞ് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മൾ വെന്ത് കഴിഞ്ഞ് കടുക് വറുക്കുമ്പോൾ ഇളക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും. ഇപ്പോൾ അത് പൊടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ കേട്ടോ. നമുക്ക് നല്ല ചോറും കൂട്ടി, കുത്തരി ചോറും കൂട്ടി കഴിക്കാൻ പറ്റും. ചൂട് ചോറിൻ്റെ കൂടെ മീൻപീര മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. നമ്മളിങ്ങനെ ഈ മീൻപീര വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, നടുക്ക് ഇങ്ങനെ വെള്ളം കാണും. അപ്പോൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം സൈഡിലുള്ളത് അടുക്കി പിടിക്കും. അങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം പറ്റട്ടെ കേട്ടോ. ഈ വെള്ളം പറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പാം കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇപ്പം പറ്റാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം, അങ്ങനെയെങ്കിൽ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ചോറെടുത്തിട്ട് ചോറിൻ്റെ മുകളിലോട്ടിടാം. അങ്ങനെ ഇതിനെ മുഴുവൻ കോരി വെള്ളം കിണറിൽ കോരി പറ്റിക്കുന്ന പോലെ ഇതിനെ മുഴുവൻ ചോറിനകത്തോട്ടിട്ടിട്ട് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് ഒത്തിരി ഇതാക്കരുത്. നമ്മൾ ഇത് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇവനെ എടുത്ത് ഇങ്ങനെ ഇളക്കുക. ഒരിക്കലും തവി വെച്ച് ഇളക്കരുത്. ഓക്കെ, എന്നിട്ടൊരു നല്ല പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് നമുക്കിതിനെ കഴിക്കാം, വിളമ്പുക കേട്ടോ. ഒരു പുളിയനെയും കൂടെ എടുക്കാം, ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തു, പകുതി തുറന്ന് വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ കഴിച്ച് നോക്കാം. ഞാൻ കഴിക്കണോ? ഓക്കെ, ചൂടാണ്. ഞാൻ ഈ ഉഴുവ മീൻ ഫുള്ളങ്ങ് കഴിക്കും. അതിൻ്റെ മുള്ളൊന്നും കളയാൻ പോകത്തില്ല, കാരണം മുള്ളിനകത്ത് എന്തുണ്ട്? കാൽഷ്യം ഉണ്ട്. അപ്പം ഈ മീൻ ഫുള്ളോടെ കഴിക്കുക ഞാൻ. നന്നായിരിക്കുന്നു. ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്യുക. എനിക്കിതിൻ്റെ പീര കഴിക്കാനാണ് ഇഷ്ടം മീനിനെ കഴിഞ്ഞ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഉച്ചയ്ക്ക് നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ ഈ മീൻപീരയും വെച്ച് എല്ലാവരും കഴിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്.